ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഒരിക്കൽ കൂടെ വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാധുര്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഇസ്രായേലിനെ കുറിച്ചും അവിടുത്തെ ഭരണകർത്താക്കളെ കുറിച്ചും നാം ചിന്തിച്ചു വരുന്നല്ലോ. ശലോമോന് ശേഷം രാജ്യം വിഭജിക്കപ്പെടുന്ന ചരിത്രമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ശൗൽ, ദാവീദ്, ശലോമോൻ എന്നിവരുടെ കാലഘട്ടത്തിൽ ഇസ്രായേൽ സംയുക്ത രാജ്യമായി ഭരിക്കപ്പെട്ടു എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാനിടയായി. അങ്ങനെ ഏതാണ്ട് 120 വർഷം ആ സംയുക്ത രാഷ്ട്രം നിലനിന്നിരുന്നു. പക്ഷേ ശലോമോന് ശേഷം എല്ലാം തകിടം മറിയുന്നതായ അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ അതിനെ കുറിച്ച് വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. രാജ്യത്തിന്റെ വടക്കു ഭാഗത്ത് നിലനിന്നിരുന്ന ശത്രു മനോഭാവം ആളിക്കത്തുവാനായിട്ട് തുടങ്ങിയ അനുഭവമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വടക്കുള്ള 10 ഗോത്രങ്ങൾ ഇസ്രായേൽ എന്ന പേരിൽ സ്വന്തം രാഷ്ട്രം സ്ഥാപിച്ചുകൊണ്ട് അവര് മാറിപ്പോകുകയാണ്. തെക്കേ രാജ്യം എന്ന പേരിൽ അറിയപ്പെട്ട യഹൂദയിൽ 2 ഗോത്രങ്ങൾ മാത്രമാണ് പിന്നീട് അവശേഷിച്ചത്. വടക്കേ രാജ്യമായ ഇസ്രായേലിൽ ഒരു രാജാവ് പോലും ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തില്ല എന്നാണ് അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തെ അന്യ ദൈവങ്ങളിലേക്ക് അവർ വലിച്ചുകൊണ്ടു പോകുവാനായിട്ട് ഇടയായി തീർന്നു. മർദ്ദക ഭരണമാണ് അവിടെ നിലനിന്നിരുന്നത്. ആ അമിതമായ നികുതി ഭാരം, പ്രവാചകന്മാർക്ക് നിരോധനം, നിയമവാഴ്ചയില്ലായ്മ എന്നിവ അവിടെ അരങ്ങേറിയതായിട്ടും നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. 19 രാജാക്കന്മാരില് 8 പേർ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യപ്പെടുകയാണ് ചെയ്യുവാനായിട്ടിടയായത്. തെക്കേ രാജ്യം അഥവാ ആ 2 ഗോത്രങ്ങൾ ദൈവത്തോട് കുറച്ചുകൂടി വിശ്വസ്തത പുലർത്തി പോന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ ചിലരെങ്കിലും ദൈവത്തിന് പ്രസാദമുള്ളത് പ്രവർത്തിച്ചു. അവിടെയും അന്യാരാധന നുഴഞ്ഞു കയറിയെങ്കിലും ഇസ്രായേലിലെ പോലെ അതത്ര തീവ്രമായിരുന്നില്ല. 250 വർഷത്തിന് ഉള്ളിൽ വടക്കേ രാജ്യമായ ഇസ്രായേൽ തുടച്ച് മാറ്റപ്പെടുകയും യഹൂദ പിന്നെയും 126 വർഷം കൂടി നിലനിന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒടുവിൽ അതും നാമാവശേഷമായി പോയ അനുഭവമാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അവരുടെ ഭിന്നത മൂലം യഹൂദയുടെയും ഇസ്രായേലിന്റെയും ഏറ്റവും വലിയ നാശം അത് യെശയ്യാവ് പ്രവചിച്ചത് യെശയ്യാ പ്രവചനം 7:17 നമുക്ക് കാണാവുന്നതാണ്. ദൈവിക നിയമങ്ങളുടെ സംരക്ഷകരായിട്ടാണ് രാജാക്കന്മാരെ ദൈവം ആക്കി വെച്ചിരുന്നത്. ആത്മീക നിലവാരം അവര് പുലർത്തേണ്ടവരായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അവരെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ ഒന്നുകിൽ അവൻ ദാവീദിനെ പോലെ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു എന്നും അല്ലെങ്കിൽ അവൻ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച് യൊരോബയാമിന്റെ വഴിയിൽ നടന്നു എന്നുമുള്ളതായ ഒരു കൺക്ലൂഷനാണ് നമുക്ക് ഇവിടെ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതെ, ദൈവം രാഷ്ട്രങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരുന്നു, രാജാക്കന്മാരെ അധികാരത്തിൽ ഇരുത്തുന്നു. അതേപോലെ ആത്മീയ ലോകത്തിലും ഒക്കെ അതുതന്നെയാണ് കർത്താവ് ചെയ്യുന്നത്. എന്നാൽ എവിടെയായിരുന്നാലും ദൈവത്തെ ഭയപ്പെട്ട് ജനം മുൻപോട്ട് പോകുന്നില്ല എങ്കിൽ വരുന്ന തകർച്ചകളാണ് ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒറ്റ രാജ്യമായ ഇസ്രായേലിന്റെ ആ പതനം ഇന്നും ഇസ്രായേൽ അത് ഏറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ തകർച്ചകൾ ഇന്നും അവരനുഭവിച്ചുകൊണ്ട്
ഇരിക്കുന്നു. അതെ, എവിടെയും ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ ഹിതം അനുസരിച്ച്, അത് രാജാവായിരുന്നാലും പ്രജകളായിരുന്നാലും ആ രാഷ്ട്രങ്ങളായിരുന്നാലും ദൈവഹിതം അനുസരിച്ച് മുൻപോട്ട് പോകേണ്ടത് ആവശ്യമെന്നാണ് ഈ ചരിത്രങ്ങളെല്ലാം നമ്മളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, അപ്രകാരം ദൈവത്തിനും ദൈവവചനത്തിനും വളരെ പ്രാധാന്യം കൊടുത്ത് ഈ അന്ത്യകാലത്ത് മുൻപോട്ട് പോകുവാൻ ഒരിക്കൽ കൂടെ പിന്നെയും നമുക്ക് തയ്യാറാകാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനദിയൊഴുകാൻ, നീന്തിയിട്ടില്ലാത്ത കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥ, നീന്തിയിട്ടില്ലാത്ത കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥ. പെന്തക്കോസ്താനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ, ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. പെന്തക്കോസ്താനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം.